ഈ ശബ്ദപരിധിയിൽ എന്നെ അടുത്ത മകരമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഉച്ചയുടെ സമയവും നിലക്കാതുകളെ സന്ദേശവുമായി എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും തന്നിരിക്കുന്ന ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ തിരക്കുള്ള ജീവിതമാണ്. നന്നായി ജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലൂടെ നന്നായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മറന്നു പോകുന്ന മരണമെന്ന സത്യത്തെക്കുറിച്ചാണ് ഞങ്ങൾക്കിവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നെന്നുള്ള ഒരു തിരുവചനമുണ്ട്. അപ്പൊ മനുഷ്യനെന്ന് മരണത്തെക്കുറിച്ച് അറിയാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യമായ സത്യത്തിലേക്ക് നാം അറിയുകയും അതിനുശേഷമുള്ള വാസം എവിടെയാണ് എന്നുള്ള ഉറപ്പാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകളെ കളിയാക്കി നിന്ദിക്കാൻ കല്ലെറിച്ചതിനാളായിരുന്നു ഞാൻ. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുമൂലം തന്നെ ഇതിനെ ഏറ്റവും അധികമായി വെറുക്കുന്ന ഒരാളായി എന്റെ ജീവിതത്തെ മാറ്റുവാനിട വന്ന്, എന്നാൽ എന്റെ 20 വയസ്സിൽ രോഗം പിടിപെടുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തതിനു ശേഷം ഒന്നിനും വിടുവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ കളിയാക്കിയിരുന്ന നിന്ദിച്ചിരുന്ന ഈ യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാമെന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപുരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാനിന്ന് ഈ ദേശത്തിൽ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുമെന്ന് യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 80 വർഷക്കാലം കൊണ്ട് ഈ ഭൂമി ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൂടെ നിത്യമായ 2ാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ 2ാം മരണം മനുഷ്യനെ കാത്തു നിൽക്കുന്നതിനാൽ ആ 2ാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലെ ചെന്നെത്തില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് നിങ്ങൾ പിന്നെയും അനേകരിലൂടെ സുവിശേഷം കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് എന്ന് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നതിന്റെ സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം കേട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം വെളിച്ചമുണ്ടായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുലാർ ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. ആർക്കും ഞങ്ങളെ വിടുവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വരുവാൻ കഴിഞ്ഞ സുവിശേഷം, ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ, രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവ് എന്ന്. ഇപ്പൊ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി മനുഷ്യൻ ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി അന്നദാനം കൊടുക്കുന്നു, പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുന്നു,
മറ്റു പലതും ചെയ്തുകൊണ്ട് പാപത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തിന് പരിഹാരം കാണുമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. പാപത്തിലായിരിക്കുന്ന രക്തത്തെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ പാപമില്ലാത്തവരുടെ രക്തത്തെ നാം പങ്കാളിത്തം വഹിക്കണം. അത് യേശുക്രിസ്തു പാപമില്ലാത്തവരുടെ രക്തത്താൽ, യേശുക്രിസ്തു എന്ന പാപമില്ലാത്തവരുടെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുള്ളൂ. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഗി രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ സമയം ഒഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. പാപത്തിന് പരിഹാരമായി ഉലകത്തിൽ എന്തെല്ലാം ചെയ്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല എന്ന് നാം തിരിച്ചറിയാതിരിക്കരുത്. എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനായ ആദാം മനസ്സിലാക്കേണ്ട കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവ കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ അകന്നു പോകുവാനിട വന്ന് അകന്നുപോയ മനുഷ്യൻ ഇന്നും ദൈവികമായ സന്ദേശത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെ സകല മഹിമയും മേടിച്ചാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കിട്ടുന്ന അവന്റെ കൂടെയും അവരെന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ദൈവത്തിന്റെ തിരുവചനമാണ് നിങ്ങളുടെ വാതിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൽ അകന്ന് മനുഷ്യൻ ജീവിക്കുകയാണ്. ഉൽപ്പത്തിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പാപം ചെയ്തതിനു ശേഷം മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. അതെ, ദൈവത്തിന്റെ സാദൃശ്യം എന്ന വണ്ണം ഈ ലോകത്തിലായിരിക്കുന്ന പലതിനെയും എടുത്തുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സ്നേഹത്തിന്റെ നിറകുടമായ യേശുക്രിസ്തു നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം ഒരു പാപിയുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുത്തിയാൽ സ്വർഗം എത്രയുമായി സന്തോഷിക്കുന്നുള്ള തിരുവചനത്തെ നിവർത്തിക്കണമെന്ന വേണം ഈ സന്ദേശവുമായി ഇവിടെ ഒരുപാട് കാരണമാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു പാപത്തിലായി ജീവിതമാണെന്നുണ്ടെങ്കിൽ, പാപത്തിൽ ജീവിക്കുന്നത് ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപത്തെ കടിച്ചു വെപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇവിടെ അലയേണ്ട ആവശ്യമില്ല, എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് വേദപുസ്തകം ചോദിക്കുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലതും നേടുന്നതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിൽ എത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഇതെല്ലാം നേടുമ്പോഴും ഇനിയുള്ള വാസം എവിടെയാണ് എന്നുള്ളത്. ഒരുപക്ഷെങ്കിൽ ഇനി ഒരു സുവിശേഷം കേൾക്കുവാൻ നമുക്ക് ആർക്കും കഴിഞ്ഞുവെന്ന് വരികയില്ല. കാരണം മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത് ആർക്കും പറയാൻ കഴിയുന്നില്ല. എന്നാൽ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം, മരിച്ചു കഴിഞ്ഞുള്ള വാസം എവിടെയാണെന്നുള്ള ആ ഉറപ്പ് കരസ്ഥമാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കർമ്മങ്ങളും ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതല്ല. മരിച്ചുപോയ മനുഷ്യൻ ഈ ഭൂമിയിൽ നല്ലത് ചെയ്താൽ നല്ലതിലേക്കും, തീയത് ചെയ്താൽ തീയതിയിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നാം എല്ലാം വെളിപ്പെടുമ്പോൾ അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിച്ചത് കൊണ്ടോ, നല്ലതാണ് നടത്തിയത് കൊണ്ടോ, നല്ലതുപോലെ അനേകരെ സഹായിച്ചുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുകയില്ല. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുകയുള്ളൂ. അല്ലാത്ത സകല മനുഷ്യനും രണ്ടാം മരണത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് വേണ്ടി സൗജന്യമായി രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ